കേരളത്തിലെ വിവിധ സഭകളിൽ നമ്മൾ കണ്ടത് കത്തോലിക്ക സഭയുടെ 3 സഭകളെ, സീറോ മലബാർ, ലത്തീൻ, 3 സീറോ മലങ്കര, 3 സഭകളെയാണ് കണ്ടത്. കേരളത്തിലെ രണ്ടാമത്തെ സഭ എന്ന് പറയുന്നത് യാക്കോബായ സുറിയാനി സഭയാണ്. AD 1653 കൂനം കുരിശ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പുത്തൻകൂറ്റ് സമൂഹത്തിന്റെ തലവനായി ആർച്ച് ഡീക്കൻ തോമായെ മാർത്തോമ ഒന്നാമൻ എന്ന പേരിൽ 12 വൈദികർ ചേർന്ന് മെത്രാനായി വാഴിച്ചു. AD 1665 ജെറുസലേമിൽ നിന്നും മാർ ഗ്രിഗോറിയോസ് എന്ന അന്തോക്യൻ യാക്കോബായ മെത്രാൻ ഇവിടെ എത്തി പുത്തൻകൂർ സമൂഹത്തെ ഒന്നിപ്പിക്കുകയും അവർക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. അന്തോക്യൻ യാക്കോബായക്കാർ AD 451 കാൽസിഡോൺ കൗൺസിൽ അംഗീകരിക്കാത്തവരും അന്നു മുതൽ കത്തോലിക്ക സംസർഗം വേർപെടുത്തിയവരുമായിരുന്നു. അന്തോക്യൻ യാക്കോബായക്കാരുടെ ആരാധനക്രമം കൽദായ സുറിയാനി ആരാധനക്രമമല്ലായിരുന്നു. അന്തോക്യൻ സുറിയാനി ആരാധനക്രമമാണ് അന്തോക്യൻ യാക്കോബായ സഭ ഉപയോഗിച്ചിരുന്നത്. അപ്പം ഇവിടുത്തെ രണ്ടാമത്തെ സഭ എന്ന് പറഞ്ഞ യാക്കോബായ സഭയാണ്. അത് കൂനം കുരിശ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കത്തോലിക്ക സഭയിൽ നിന്ന് ബന്ധം നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് അവര് മറ്റ് വിവിധ സഭാ സമൂഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടപ്പോ അന്തോക്യയില് യാക്കോബായ സഭയുമായിട്ടാണ് ഒരു കണക്ഷൻ ഡെവലപ്പ് ആയത്. അപ്പൊ അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കത്തോലിക്ക സഭയുമായിട്ട് ബന്ധമുള്ള ഒരു സഭയായിരുന്നില്ല, സംസർഗം വേർപെടുത്തിയവരായിരുന്നു. അതുകൊണ്ട് ആ യാക്കോബായ സഭയുടെ ലിറ്റർജി ആരാധനക്രമം അന്തോക്യൻ ലിറ്റർജി ആയിരുന്നു, അന്തോക്യൻ സുറിയാനി ആരാധനക്രമമായിരുന്നു. ആ ആരാധനക്രമമാണ് നമ്മുടെ കേരളത്തിലെ യാക്കോബായ സഭ ഉപയോഗിച്ചിരുന്നത്. 1876 മുളന്തുരുത്തി സുനോദോസോടെ പുത്തൻകൂർ സമൂഹം അന്തോക്യൻ ആരാധനക്രമം പൂർണ്ണമായി ഉപയോഗിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. 1876 മുളന്തുരുത്തി സുനോദോസോടുകൂടെ പുത്തൻകൂർ സഭാ സമൂഹം അന്തോക്യൻ ആരാധനക്രമം പൂർണ്ണമായി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ പുത്തൻകൂറ്റുകാർ യാക്കോബായക്കാർ എന്നറിയപ്പെട്ടു. അപ്രകാരം കേരള ക്രൈസ്തവ സഭയുടെ ഇടയിൽ നിന്ന് മൂന്ന് ആരാധനക്രമങ്ങൾ പ്രചരിച്ചു. ഒന്ന്, പുരാതനമായി ഇവിടെ ഉണ്ടായിരുന്ന കൽദായ സുറിയാനി ആരാധനക്രമം, അത് സീറോ മലബാർ സഭയുടേത്. പോർച്ചുഗീസുകാർ കേരളത്തിൽ കൊണ്ടുവന്ന ലത്തീൻ ആരാധനക്രമം, അത് ലാറ്റിൻ കാത്തലിക്സിന്റേത്. അന്തോക്യൻ മെത്രാന്മാർ കൊണ്ടുവന്ന അന്തോക്യൻ സുറിയാനി ആരാധനക്രമം, അത് കേരളത്തിലെ പുത്തൻ കൂറ്റുകാർ എന്ന് പറയുന്ന സഭാ സമൂഹം ഉപയോഗിച്ചിരുന്ന അന്തോക്യൻ ആരാധനക്രമം. 1911 അന്തോക്യൻ പാത്രിയർക്കീസ് ആയിരുന്ന അബ്ദുള്ള പാത്രിയർക്കീസ് ഇവിടെ വരികയും ഇവിടെയുള്ള മെത്രാന്മാർ എല്ലാവരും ആത്മീയവും ഭൗതികവുമായ എല്ലാ അധികാരവും പാത്രിയർക്കീസിന് എഴുതി നൽകുകയും ചെയ്യണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. അന്ന് സഭയെ നയിച്ചുകൊണ്ടിരുന്ന വട്ടശ്ശേരിൽ മാർ ദിവന്യാസിയോസ് മെത്രാപ്പൊലീത്ത അതിന് വിസമ്മതിച്ചു. ബാക്കിയുള്ള മെത്രാന്മാർ അതിന് സമ്മതിക്കുകയും ചെയ്തു. അതിനാൽ വട്ടശ്ശേരിൽ മാർ ദിവന്യാസിയോസിനെ പാത്രിയർക്കീസ് മുടക്കുകയും മാർ കൂർലോസിനെ സഭയുടെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അന്നത്തെ ഇവിടുത്തെ യാക്കോബായ സഭ രണ്ടായിട്ട് പിളർന്നു. അങ്ങനെ പാത്രിയർക്കീസിനെ അനുകൂലിച്ചിരുന്നവരെ പാത്രിയർക്കീസ് കക്ഷി എന്നും മെത്രാനെ അംഗീകരിച്ചിരുന്നവരെ മെത്രാൻ കക്ഷി എന്നും വിളിച്ചു. പാത്രിയർക്കീസിനെ അംഗീകരിച്ചിരുന്നവരെ പാത്രിയർക്കീസുകാരെന്നും അല്ലെങ്കിൽ ബാവ കക്ഷി എന്നും, വട്ടശ്ശേരിൽ മാർ ദിവന്യോസിയസ് പിതാവിന് നേരത്തെ ഉണ്ടായിരുന്ന പിതാവിനെ അംഗീകരിച്ചവരെ മെത്രാൻ കക്ഷി എന്നും വിളിച്ചു. ബാവ കക്ഷി പിൽക്കാലത്ത് യാക്കോബായക്കാർ എന്നും മെത്രാൻ കക്ഷി പിൽക്കാലത്ത് ഓർത്തഡോക്സുകാരെന്നും അറിയപ്പെട്ടു. അന്തോക്യൻ പാത്രിയർക്കീസിനെ പൂർണ്ണമായി അംഗീകരിക്കുന്ന യാക്കോബക്കാർക്ക് വേണ്ടിയുള്ള ഒരു കാതോലിക്കോസിനെ പാത്രിയർക്കീസ് വാഴിക്കുകയും ഇവിടുത്തെ യാക്കോബായ സഭയുടെ ചുമതല അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ഏകദേശം 12 ലക്ഷത്തോളം വിശ്വാസികൾ യാക്കോബായ സഭയിൽ ഉണ്ട്. ഏകദേശം 12 ലക്ഷത്തോളം വിശ്വാസികൾ യാക്കോബായ സഭയിൽ ഉണ്ട്. യാക്കോബായ സഭയുടെ ഇപ്പോഴുള്ള തലവൻ ജോസഫ് മാർ ഗ്രിഗോറിയോസ് എന്ന് പറയുന്ന പിതാവാണ്. കാതോലിക്കോസ് ഓഫ് ദ യാക്കോബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച്. കേരളത്തിലെ 3ാമത്തെ സഭ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. പുത്തൻകൂർ സമൂഹത്തെ അന്തോക്യൻ യാക്കോബായ സഭയുടെ ഭാഗമാക്കുവാൻ അന്തോക്യൻ പാത്രിയർക്കീസ് ശ്രമിച്ച് കേരളത്തിലെ ഭൗതികമായ അധികാരങ്ങളും സഭയുടെ അധികാരങ്ങളും മുഴുവൻ അന്തോക്യൻ പാത്രിയർക്കീസിനായിരിക്കും എന്നുള്ള ഒരു താല്പര്യം 1911 അവതരിപ്പിക്കപ്പെട്ടപ്പോൾ കേരളത്തിലെ സഭയുടെ തലവനായിരുന്ന
വട്ടശ്ശേരിൽ മാർ ദിവന്യോസ്യോസ് പിതാവ് അതിനോട് അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുകയും അങ്ങനെ അദ്ദേഹം മുടക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ മുടക്കപ്പെട്ട സഭ ഓർത്തഡോക്സ് സഭ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. പാത്രിയർക്കീസ് കക്ഷി, മെത്രാൻ കക്ഷി എന്നും ഓർത്തഡോക്സ് സഭ എന്നും ഈ സഭ അറിയപ്പെടുന്നു. പാത്രിയർക്കീസിനാൽ മുടക്കപ്പെട്ട വട്ടശ്ശേരിൽ മാർ ദിവന്യാസ്യോസ് പിതാവ് തന്റെ മുടക്കഴിക്കുന്നതിന് വേണ്ടി മുടക്കഴിക്കുന്നതിനും സ്വയം ഭരണ അവകാശമുള്ള കാതോലിക്കേറ്റ് സ്ഥാപിക്കുന്നതിനും വേണ്ടി അന്തോക്യൻ സിംഹാസനത്തിലെ തന്നെ മുൻ പാത്രിയർക്കീസ് ആയിരുന്ന അബ്ദേ മിശിഹായി ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തി. അദ്ദേഹം 1912 ഇവിടെ വരികയും മാർ ദിവന്യാസ്യോസിന്റെ മുടക്കഴിക്കുകയും സ്വയംഭരണാധികാരമുള്ള കാതോലിക്കേറ്റ് ഇവിടെ സ്ഥാപിക്കുകയും മുറിമറ്റത്ത് മാർ ഇവാനിയോസിനെ ബസേലിയോസ് പൗലോസ് എന്ന പേരിൽ ഒന്നാമത്തെ കാതോലിക്കയായി വാഴിക്കുകയും ചെയ്തു. അങ്ങനെ കാതോലിക്കേറ്റ് സ്ഥാപനത്തോടെ യാക്കോബായ സഭ പിളരുകയും വട്ടശ്ശേരിൽ മാർ ദിവന്യാസ്യോസിനെയും കാതോലിക്കായി അംഗീകരിക്കുന്നവരെ മെത്രാൻ കക്ഷി അഥവാ കാതോലിക്ക കക്ഷി എന്നും പാത്രിയർക്കീസിനെയും മാർ കൂർലോസിനെ അംഗീകരിക്കുന്നവരെ ബാവ കക്ഷി എന്നും വിളിച്ചു. പിൽക്കാലത്ത് അവർ യാക്കോബായ സുറിയാനി സഭ എന്നും അറിയപ്പെട്ടു. AD 1934 മുതൽ മെത്രാൻ കക്ഷി ഓർത്തഡോക്സ് സഭ എന്ന പേര് സ്വീകരിച്ചു. അന്തോക്യൻ പാത്രിയർക്കീസിനെ ആത്മീയ അധികാരി മാത്രമായി അംഗീകരിക്കുന്ന ഭരണഘടന 1934 ഉണ്ടാക്കി. കോടതി വിധികളുടെയും മറ്റ് തർക്കങ്ങളുടെയും പേരിൽ അന്തോക്യൻ പാത്രിയർക്കീസുമായിട്ടുള്ള ബന്ധം ഓർത്തഡോക്സ് സഭ കാലക്രമേണ പൂർണ്ണമായി വിച്ഛേദിച്ചു. നയിക്കുന്നത് ഈ സഭയിൽ 14 ലക്ഷത്തോളം ആളുകൾ ഈ സഭയിലുണ്ട്. 14 ലക്ഷത്തോളം ആളുകൾ ഈ സഭയിലുണ്ട്. 2021 കാതോലിക്ക ബാവയായി തെരഞ്ഞെടുക്കപ്പെട്ട ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക ബാവയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ബസേലിയോസ് മാർത്തോമ മാത്യൂസ് മൂന്നാമനാണ് ഇപ്പോൾ കേരളത്തിലെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തലവനും പിതാവും. ഏകദേശം 14 ലക്ഷത്തോളം ആളുകൾ ഈ സഭയിലുണ്ട്. കേരളത്തിലെ 4ാമത്തെ സഭ മലബാർ സ്വതന്ത്ര സുറിയാനി സഭ തൊഴിയൂർ സഭയാണ്. പുത്തൻകൂർ യാക്കോബായ സഭയിലെ കാട്ടുമങ്ങാട്ട് അബ്രഹാം റമ്പാനെ മാർ കൂർലോസ് എന്ന പേരിൽ അന്തോക്യൻ മെത്രാനായ മാർ ഗ്രിഗോറിയോസ് 1772 മെത്രാനാക്കി. എന്നാൽ യാക്കോബായ സഭയുടെ തലവനായ മാർ ദിവന്യാസ്യോസ് അത് അംഗീകരിച്ചില്ല. അങ്ങനെ മാർ കൂർലോസിനെ യാക്കോബായ സഭയിൽ നിന്നും മുടക്കി. മാർ കൂർലോസ് തൃശൂരിനടുത്ത് തൊഴിയൂർ എന്ന സ്ഥലത്ത് പോയി താമസിക്കുകയും മലബാർ സ്വതന്ത്ര സുറിയാനി സഭയ്ക്ക് തൊഴിയൂർ സഭയ്ക്ക് ആരംഭം കുറിക്കുകയും ചെയ്തു. വളരെ ചെറിയ ഒരു സഭാ സമൂഹമാണിത്. അന്തോക്യൻ ആരാധനക്രമമാണ് അവർ ഉപയോഗിക്കുന്നത്. 5ാമത്തെ സഭ കൽദായ സുറിയാനി സഭ ചർച്ച് ഓഫ് ദ ഈസ്റ്റ്. AD 1653 പഴയകൂർ, പുത്തൻകൂർ എന്നിങ്ങനെ കേരള ക്രൈസ്തവർ രണ്ടായി പിരിഞ്ഞു. പഴയ കൂറ്റുകാർ പാശ്ചാത്യ മിഷണറിമാരുടെ ഭരണം ഇഷ്ടപ്പെട്ടില്ല. അവർ പൗരസ്ത്യ മെത്രാന്മാരെ ലഭിക്കുന്നതിനായി പൗരസ്ത്യ സുറിയാനി കത്തോലിക്ക പാത്രിയർക്കീസിന് കത്തയച്ചു. 1861 മാർ റോക്കോസ് എന്ന മെത്രാൻ നാട്ടിലെത്തി. ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. എന്നാൽ മിഷണറിമാരുടെ സമ്മർദ്ദം മൂലം 1862 റോക്കോസ് തിരികെ പോയി. 1874 മേലൂസ് എന്ന മെത്രാൻ കേരളത്തിൽ വന്നു. മിഷണറിമാരുടെ സമ്മർദ്ദം മൂലം 1882 അദ്ദേഹവും തിരികെ പോയി. റോക്കോസിനെയും മേലൂസിനെയും അംഗീകരിക്കുകയും പൗരസ്ത്യ ബന്ധം കാത്തുസൂക്ഷിക്കുകയും മിഷണറിമാരുടെ നേതൃത്വം അംഗീകരിക്കാതിരിക്കുകയും ചെയ്ത തൃശൂർ ഭാഗത്തുള്ള കുറെ കുടുംബങ്ങൾ കത്തോലിക്ക സംസർഗത്തിൽ നിന്ന് മാറി പേർഷ്യയിലെ നെസ്തോറിയൻ സഭയുമായി സംസർഗം സ്ഥാപിച്ചു. ഇവർ സൂറായികൾ, പൗരസ്ത്യ കൽദായ സുറിയാനിക്കാർ എന്നിങ്ങനെ അറിയപ്പെടുന്നു. കൽദായ സുറിയാനി ആരാധനക്രമമാണ് ഇവർ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. 30,000 വിശ്വാസികൾ ഈ സഭയിലുണ്ട്. 6ാമത്തെ സഭ പ്രൊട്ടസ്റ്റന്റ് സഭകൾ CSI സഭ. മിഷൻ പ്രവർത്തനം ലക്ഷ്യമാക്കി ആംഗ്ലിക്കൻ സഭയിലെ മിഷണറിമാർ ഇംഗ്ലണ്ടിലെ പ്രൊട്ടസ്റ്റന്റ് സഭയായ ആംഗ്ലിക്കൻ സഭയിലെ മിഷണറിമാർ 1795 ശേഷം ഇന്ത്യയിലെത്തി. അപ്പം ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് പോർച്ചുഗീസുകാർ വന്നതുപോലെ വന്നതിന്റെ കൂട്ടത്തിൽ ആംഗ്ലിക്കൻ മിഷണറിമാരും വന്നു. അവർ പുത്തൻകൂർ സമൂഹത്തെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. 1816 CMS
മിഷണറിമാർ ചർച്ച് മിഷണറി സൊസൈറ്റി ആലപ്പുഴ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു തുടങ്ങി. 1816 ചർച്ച് മിഷൻ സൊസൈറ്റി ആലപ്പുഴ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു തുടങ്ങി. തുടക്കത്തിൽ മിഷണറിമാർ കേണൽ മൺട്രോയുടെ സഹായത്തോടെ പുത്തൻകൂറുകാരുടെ ഇടയിൽ പ്രവർത്തിച്ചു തുടങ്ങി. യാക്കോബായക്കാർക്ക് ധാരാളം സഹായങ്ങൾ അവർ ചെയ്തു കൊടുത്തു. അങ്ങനെ യാക്കോബായ പള്ളികളിൽ യഥേഷ്ടം പ്രസംഗിക്കുവാൻ അവർക്ക് അവസരം ലഭിച്ചു. അങ്ങനെ ഇംഗ്ലണ്ടിലെ പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങൾ യാക്കോബായക്കാരുടെ ഇടയിൽ പ്രചരിച്ചു. യാക്കോബായ വിശ്വാസം അന്ധവിശ്വാസമാണെന്നും കുർബാന തക്സ പരിഷ്കരിക്കണമെന്നും മാതാവിനെയും വിശുദ്ധരെയും തള്ളിപ്പറയണമെന്നും മരിച്ചവരെ ഓർക്കരുതെന്നും മിഷണറിമാർ നിർദ്ദേശിച്ചു. അങ്ങനെ യാക്കോബായ സഭയും മിഷണറിമാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. 1836 മാവേലിക്കര സുന്നകദോസിൽ വെച്ച് ഇംഗ്ലീഷ് മിഷണറിമാരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുവാൻ യാക്കോബായ സഭ തീരുമാനിച്ചു. ഇംഗ്ലീഷ് മിഷണറിമാർ യാക്കോബായ ബന്ധം അവസാനിപ്പിച്ചപ്പോൾ ഏകദേശം 6000 കുടുംബങ്ങളെ പ്രൊട്ടസ്റ്റന്റ് ആശയത്തിലേക്ക് മാറ്റി അവരുടെ കൂടെ കൂട്ടി. 6000 കുടുംബങ്ങൾ ഇംഗ്ലീഷ് മിഷണറിമാരോടൊപ്പം ചേർന്നു. മിഷണറിമാർ യാക്കോബായ ബന്ധം അവസാനിപ്പിച്ചപ്പോൾ യാക്കോബായ സഭയിൽ ഉണ്ടായിരുന്ന ഏകദേശം 6000-ഓളം കുടുംബങ്ങൾ ആ പ്രൊട്ടസ്റ്റന്റ് ആശയത്തോടുകൂടെ അവരോട് ചേർന്നു. അപ്പൊ പിന്നീട് വിവിധ പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഇവിടെ വന്ന മിഷണറി പ്രവർത്തനം നടത്തി. പ്രസ്ബിറ്റേറിയൻകാര്, കോൺഗ്രിഗേഷണൽ, ആംഗ്ലിക്കൻസ്, മെത്തഡിസ്റ്റുകൾ എന്നീ 4 പ്രൊട്ടസ്റ്റന്റ് സഭകൾ യോജിച്ച് 1947 സെപ്റ്റംബർ 27 ഒരു സഭയായി മാറി. ആ സഭയുടെ പേരാണ് CSI, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ. പിന്നീട് CSI സഭയിൽ നിന്നും 1964 പിരിഞ്ഞവരാണ് CMS, ആംഗ്ലിക്കൻ മഹാ ഇടവക, CMS. കേരളത്തിലെ 7ാമത്തെ സഭ മാർത്തോമാ സുറിയാനി സഭ. യാക്കോബായ സഭയും മിഷണറിമാരും തമ്മിലുള്ള ബന്ധം വിച്ഛേദിച്ചെങ്കിലും ഇംഗ്ലീഷ് മിഷണറിമാരുടെ പ്രൊട്ടസ്റ്റന്റ് നവീകരണ ആശയങ്ങൾ യാക്കോബാക്കാരുടെ ഇടയിൽ നിലനിന്നിരുന്നു. പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന് താല്പര്യം കാണിച്ച വ്യക്തിയായിരുന്നു അബ്രഹാം മൽപ്പാൻ. തന്റെ ആശയങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ ഒരു മെത്രാൻ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ അബ്രഹാം മൽപ്പാൻ മാത്തൻ ഷമ്മാശനെ 1841 പശ്ചിമേഷ്യയിലെ യാക്കോബായ പാത്രിയർക്കീസിന്റെ അടുക്കലേക്ക് അയച്ചു. 1842 മാത്തൻ ഷമ്മാശനെ മെത്രാനാക്കി അധികാര പത്രങ്ങളോടെ കേരളത്തിലേക്ക് അയച്ചു. മാത്യൂസ് മാർ അത്തനാസിയോസ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. ചേർപ്പാട്ട് മാർ ദിവന്യാസിയോസ് മലങ്കര മെത്രാപ്പൊലീത്തയായി ഭരിക്കുമ്പോഴാണ് പ്രൊട്ടസ്റ്റന്റ് ആശയമുള്ള മാത്യൂസ് മാർ അത്തനാസിയോസ് കേരളത്തിൽ എത്തുന്നത്. കോടതി വിധിയിൽ വിജയിച്ച മാത്യൂസ് മാർ അത്തനാസിയോസ് യാക്കോബായ സഭയെ ഭരിച്ചുകൊണ്ടിരുന്നു. 1868 അബ്രഹാം മൽപ്പാന്റെ മകനായ തോമസിന് പട്ടം നൽകി തോമസ് മാർ അത്തനാസിയോസ് എന്ന പേരിൽ സഹായ മെത്രാനാക്കി. മാർ ദിവന്യാസിയോസും മാർ അത്തനാസിയോസും തമ്മിൽ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ പത്രോസ് 3-ാമൻ പാത്രിയർക്കീസ് കേരളത്തിലെത്തി. 1876 മുളന്തുരുത്തിയിൽ ഒരു സുന്നകദോസ് വിളിച്ചുകൂട്ടി. മാത്യൂസ് മാർ അത്തനാസിയോസിനെയും കൂട്ടരെയും അദ്ദേഹം വിലക്കി. പുലിക്കോട്ടിൽ മാർ ദിവന്യാസിയോസിനെ മലങ്കര മെത്രാപ്പൊലീത്തയാക്കി നിയമിച്ചു. 1889 കേസിൽ തോറ്റ തോമസ് മാർ അത്തനാസിയോസും കൂട്ടരും മാരാമൺ എന്ന സ്ഥലത്ത് വന്ന് താമസിക്കുകയും നവീകരണ കക്ഷി എന്ന പേരിൽ പുതിയ സഭയായി തുടരുകയും ചെയ്തു. പിന്നീട് ഇവർ മാർത്തോമാ സഭ എന്ന പേരിൽ അറിയപ്പെട്ടു. തിരുവല്ലയാണ് ഈ സഭയുടെ ആസ്ഥാനം. അന്തോക്യൻ ആരാധനാ രീതിയും പ്രൊട്ടസ്റ്റന്റ് വിശ്വാസവുമാണ് ഈ സഭയ്ക്ക് ഉള്ളത്. ഏകദേശം 8 ലക്ഷം വിശ്വാസികൾ മാർത്തോമാ സഭയിലുണ്ട്. മാർത്തോമാ സഭയുടെ ഇപ്പോഴത്തെ തലവൻ ഹിസ് ഗ്രേസ് ദ മോസ്റ്റ് റവറൻഡ് ഡോക്ടർ തേഡോഷ്യസ് മാർത്തോമാ മെട്രോപൊളിറ്റൻ ആണ്. 8ാമത്തെ കേരളത്തിലെ സഭയാണ് ലൂതറൻ സഭ. ജർമ്മനിയിൽ പ്രൊട്ടസ്റ്റന്റ് റെവല്യൂഷൻ നയിച്ച പ്രധാനപ്പെട്ട ഒരു നേതാവാണ് മാർട്ടിൻ ലൂതർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 16-ാം നൂറ്റാണ്ടിൽ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം ആരംഭിച്ചു. ലൂതറിന്റെ അനുയായികളെയാണ് ലൂതറൻ സഭ എന്ന് വിളിക്കുന്നത്. 1706 ഇന്ത്യയിൽ ഇവർ പ്രവർത്തനം ആരംഭിച്ചു. 1911 മുതൽ ഇവർ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നു. 9ാമത്തെ കേരളത്തിലെ സഭ ബാപ്റ്റിസ്റ്റ് സഭകൾ. ആംഗ്ലിക്കൻ സഭയിൽ ഉടലെടുത്ത മറ്റൊരു പ്രൊട്ടസ്റ്റന്റ് വിഭാഗമാണ് ബാപ്റ്റിസ്റ്റുകൾ. കേരളത്തിലും ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലും ഈ സഭാ സമൂഹമുണ്ട്.
10ാമത്തെ സഭ സാൽവേഷൻ ആർമി, രക്ഷാസൈന്യം. വില്യം ബൂത്ത് എന്ന മെത്തഡിസ്റ്റ് വൈദികൻ 1865 ഈ സാൽവേഷൻ ആർമിക്ക് രൂപം നൽകി. പരോപകാര പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. സൈനിക നിയമം അനുസരിച്ചുള്ള ഒരു ഭരണക്രമമാണ് തന്റെ സഭയ്ക്ക് ബൂത്ത് നൽകിയത്. ജനറൽ, കേണൽ, ക്യാപ്റ്റൻ, ഭടന്മാർ എന്നീ പേരുകളിലാണ് പ്രവർത്തകർ അറിയപ്പെടുന്നത്. 1892 മുതൽ ഈ സമൂഹം കേരളത്തിൽ പ്രചരിച്ചു. 11ാമത്തെ സഭ ബ്രദറൻ സമൂഹം. ഇംഗ്ലണ്ടിലെ പ്രൊട്ടസ്റ്റന്റ് സഭയിൽ നിന്ന് 19ാം നൂറ്റാണ്ടിൽ ഉടലെടുത്തതാണ് ഈ സമൂഹം. കൂദാശകളെ പൊതുവെ, പ്രത്യേകിച്ച് പൗരോഹിത്യത്തെയും ഇവർ നിഷേധിക്കുന്നു. ലോകത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കുകയാണ് ക്രിസ്തീയ കടമ എന്ന് അവർ ചിന്തിക്കുന്നു. അതിനാൽ വേർപാടുകാർ എന്നീ കൂട്ടരെ വിളിക്കുന്നു. 1895 മുതൽ ഇവർ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നു. പെന്തക്കോസ്റ്റലിസത്തിന്റെ മുന്നോടിയായി ഉണർവ് യോഗങ്ങളുമായി വന്നവരാണിവർ. ഇവരിൽ നിന്നാണ് പെന്തക്കോസ്ത സമൂഹങ്ങൾ പിൽക്കാലത്ത് രൂപപ്പെട്ടത്. പെന്തക്കോസ്തുകാരെ സഭയായിട്ടല്ല പരിഗണിക്കുന്നത്, കാരണം ഒരു സഭയുടെ ചട്ടക്കൂട് അവർക്കില്ല. അതിനാൽ പെന്തക്കോസ്ത സമൂഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങളിൽ നിന്ന് 20ാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത സ്വതന്ത്ര ക്രിസ്തീയ സമൂഹങ്ങളാണ് പെന്തക്കോസ്തുകാർ. ക്രിസ്തു ഒരുവനാകിയാൽ ക്രിസ്തുവിന്റെ സഭയും ഒന്നായിരിക്കണം. പ്രാദേശിക വൈവിധ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ഐക്യം കാത്തു സൂക്ഷിക്കുവാൻ എല്ലാ ക്രിസ്തീയ സഭകൾക്കും കടമയുണ്ട്. ക്രിസ്തുവിന്റെ സഭ ഇന്ന് കേരളത്തിൽ പരസ്പരം ഐക്യമില്ലാതെ ഒറ്റപ്പെട്ട സഭകളായി കഴിയുന്നത് യേശുവിന്റെ പ്രബോധനങ്ങൾക്ക് ഒരു എതിർ സാക്ഷ്യമാണ്. സഭകൾ തമ്മിലുള്ള ഐക്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. മനപ്പാഠവാക്യം യോഹന്നാൻ 17:22. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കാൻ. ഇങ്ങനെ വിവിധ സഭകൾ തമ്മിലുള്ള ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളെ, ഈ വിവിധ സഭകൾ തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ പരിശ്രമിക്കുന്നതിനെയാണ് എക്യുമേനിസം എന്ന് വിളിക്കുന്നത്. ഇനി കേരളത്തിലെ നമ്മുടെ മലങ്കര കത്തോലിക്ക സഭയുടെ തലവൻ അത്യഭിമന്യ മോറാൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവ തിരുമേനിയാണ്. പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പയോടൊപ്പം പിതാവ് നിൽക്കുന്ന ഫോട്ടോ. നമ്മുടെ പിതാക്കന്മാരെ ഒന്ന് ശ്രദ്ധിക്കാം. മാർപ്പാപ്പ ഏറ്റവും മുകളിൽ, തൊട്ട് താഴെ നമ്മുടെ കാതോലിക്ക ബാവ തിരുമേനി, ഇടത്തെ അറ്റത്ത് തിരുവല്ല ആദിഭദ്രാസനത്തിന്റെ ആർച്ച് ബിഷപ്പ് കൂർലോസ് പിതാവ്, വലത്തെ സൈഡിൽ ജോഷുവമാർ ഇഗ്നാത്തിയോസ് പിതാവ് എപ്പാർക്കി ഓഫ് മാവേലിക്കര ആയിട്ടാണ് കിടക്കുന്നത്. പക്ഷെ ജോഷുവമാർ ഇഗ്നാത്തിയോസ് പിതാവ് റിട്ടയർ ചെയ്തു. തിരുവനന്തപുരം അതിഭദ്രാസനത്തിന്റെ ഓക്സിലറി ബിഷപ്പായിരുന്ന പോളികാർപ്പസ് പിതാവാണ് ഇപ്പൊ മാവേലിക്കര രൂപതയുടെ ഹെഡ്. ഇടത്തെ സൈഡിൽ രണ്ടാമതായിട്ട് നിൽക്കുന്നത് ജോസഫ് മാർ തോമസ് പിതാവ്, ബത്തേരിയുടെ ഭദ്രാസനാധിപൻ. അടുത്തത് എപ്പാർക്കി ഓഫ് അമേരിക്കയുടെയും കാനഡയുടെയും ചുമതല ഫിലിപ്പോസ് മാർ സ്തേഫാനോസ് പിതാവിനാണ്. എപ്പാർക്കി ഓഫ് ഗുർഗാവോണിന്റെ ചുമതല അന്തോണിയോസ് പിതാവിനാണ്. എപ്പാർക്കി ഓഫ് മാർത്താണ്ഡത്തിന്റെ ചുമതല പൗലോസ് പിതാവിനാണ്. പത്തനംതിട്ടയുടെ അധ്യക്ഷൻ സാമുവൽ മാർ ഐറീനിയസ് പിതാവാണ്. ഇനി പാറശാലയുടെ സഭ അധ്യക്ഷൻ തോമസ് മാർ എവ്സേബിയോസ് പിതാവാണ്. പുത്തൂർ ഭദ്രാസനത്തിന്റെ അധിപൻ ഗീവർഗീസ് മാർ മക്കാറിയോസ് പിതാവാണ്. മൂവാറ്റുപുഴ അതിഭദ്രാസനത്തിന്റെ അധ്യക്ഷൻ യുഹാനോൻ മാർ തേഡോഷ്യസ് പിതാവാണ്. എപ്പാർക്കി ഓഫ് കട്കി പൂനെയുടെ തലവൻ മാത്യൂസ് മാർ പക്കോമിയോസ് പിതാവാണ്. മാത്യൂസ് മാർ പക്കോമിയോസ്. ഇനി കൂറിയ ബിഷപ്പ് ആന്റണി മാർ സിൽവാനോസ്. ബിഷപ്പ് എമിററ്റസ് ആയിട്ട് 3 പേരാണ് നമുക്കുള്ളത്. ഒന്ന് ജോഷുമാർ ഇഗ്നാത്തിയോസ് പിതാവ്, പത്തനംതിട്ടയുടെ യുഹനൻ മാർ ക്രിസോസ്റ്റം പിതാവ്, അതുപോലെ തന്നെ ഏബ്രഹാം മാർ യൂലിയോസ് പിതാവ്.